ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ് ഇതൊരു കിടിലം പോലത്തെ സ്കോഡ് റാങ്ക്ഡ് വാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസ് സ്കോഡ് റാങ്ക്ഡ് വാച്ച് കളിക്കുന്ന സമയത്ത് ഒരു മാച്ച് കിടിലം പോലത്തെ മാച്ച് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോഡുള്ള 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പല പല കാര്യങ്ങളും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു മാച്ച് ഒരു കിടുക്കം പോലത്തെ മാച്ച് ആകത്തുള്ളൂ കേട്ടോ. എന്താ ഗൈസ് അങ്ങനത്തെ ഒരു കിടുക്കം പോലത്തെ മാച്ചാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി എൻ്റെ POV നിങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മുടെ കൂടെ കളിച്ച പീരിയഡിന്റെ POV ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസ് ഇതിനകത്തുണ്ടല്ലോ ആ തന്നെ ഇറങ്ങിയ വേണ്ടിയുണ്ടല്ലോ അവർ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു ടെന്റിന്റെ സൈഡിലെ ഗൈസ് ആ ഒരു പൊക്കണ ആ ഒരു റിയൽ പോയിന്റ് ഒക്കെ ഉള്ള ആ ഒരു പോയിന്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഗൈസ് എനിമിനെ തപ്പി അവനങ്ങ് പോവാണ്. അവന് എണ്ണൊന്നും വേണ്ട, കിട്ടി വീണ് വെച്ചാൽ അടിച്ചുറക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു AK അതേപോലെ ഒരു കാർ98 ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് വെച്ച് നേരെ ഉണ്ടല്ലോ കോട്ട് ലിസ്റ്റുള്ള ആൾക്കാർ അടിക്കാൻ വേണ്ടി നേരെ കേസ് ആ ഒരു പാലത്തിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നൈസ് അടിക്കാൻ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ എനിമീസ് ഒക്കെ ഉണ്ടല്ലോ ഇറങ്ങി അവിടെ ഉണ്ടാവും. അവർക്കുള്ള മൊത്തം വെസ്റ്റ് കാലൊന്നും കിടക്കത്തില്ല. അവർ അടിയെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു കാറിനെ വെച്ചിട്ട് അവർ അടിച്ച് ഉറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരെ കേസ് മേളിലേക്ക് ഇറങ്ങിയതായിരുന്നു. നോക്കുന്ന സമയത്ത് കേസ് അവിടെ ആറാ ഓടുന്നത്. അവിടെ ഏതായാലും ഓൾറെഡി ഉണ്ടല്ലോ കോഡ് ലിസ്റ്റ് ആളുണ്ടെന്ന് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ ആ ഒരു ബുള്ളറ്റ് ഇല്ലാത്തതുണ്ടല്ലോ അവനൊരു ബുള്ളറ്റിന്റെ പറ്റി ടാക്ടിക്കൽ മാർക്കറ്റിനകത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ സ്കോഡിനകത്തെ പല ആൾക്കാരും എല്ലാവരും ചുറ്റുകയോ ഇല്ലെങ്കിൽ എല്ലാവരും പച്ച സാധനമോ ബഫോ ഒക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ കളി മുമ്പോട്ട് പോകത്തില്ല. സോ അതുകൊണ്ട് ഓരോ ആൾക്കാരും ഓരോരോ ലോഡോട്ട് വെച്ച് കഴിഞ്ഞാൽ കിഡിലം പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് കേസ് അവനുണ്ടല്ലോ ആ ഒരു ടാക്ടിക്കൽ മാർക്കറ്റ് വെച്ചിരിക്കുന്ന പീനട്ടായിരുന്നു. അവൻ്റെ ബുള്ളറ്റ് കാറിലൊക്കെ എടുത്തിട്ട് താഴെയുള്ള എനിമിക്ക് ഒരു ഡാമേജും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കേസ് അവനുണ്ടല്ലോ ആ ഒരു എനിമി കാട്ടുവഴ പുറത്തിറങ്ങി വരുമെന്ന് കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു കാറിനേറ്റ് വെച്ചിട്ട് ഒരു 150 ഡാമേജ് കൊടുക്കുന്നു. പിന്നെ AK വെച്ച് അടിക്കുന്നു. അവനെ കിഡിലം വലിച്ച് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവൻ നൈസ് അടിക്കേസ് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കേസ് അവൻ നോക്കി നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു നമ്മൾ നൈസ് അടിക്കേസ് മേളിൽ നിന്ന് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു സരസുവിന് SKS ഒക്കെ മാർക്കാക്കി നമ്മൾ നേരെ കോട്ട് ലിസ്റ്റിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. എന്തായാലും ഇവൻ്റെ അടുത്തേക്ക് ഉണ്ടല്ലോ ആ ഒരുത്തം പറന്നിറങ്ങിയിട്ട് കണ്ടെയ്നറിന്റെ മണ്ടയ്ക്ക് നിന്ന് കേസ് ഇവന് ഒരു ഇൻഫോ ഉണ്ടായിരുന്നില്ല. ഇവനെ അടിച്ച് അവിടെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിന് ശേഷം കേസ് നമ്മളുണ്ടല്ലോ നൈസായിട്ട് അവനെ റിവൈവ് ചെയ്തിട്ട് നേരെ ഉണ്ടല്ലോ അവൻ ആ ഒരു പാലത്തിലേക്ക് തന്നെ പിന്നെ ഇറങ്ങി. എൻ്റെ മോനെ ഇവനിലുള്ള ആ ഒരു AK ഒക്കെ ഞാൻ ഓൾറെഡി വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും വലിയ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഓൾറെഡി ആ ഒരു AK എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ആരാൻ്റെ AK എടുത്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വിത്ത് കേസ് എൻ്റെ ആ ഒരു കോഡും ഞാനവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണ് ഒരു കോഡും കാർ98 വെച്ചിട്ട് നൈസ് ആയിട്ട് കേസ് ഉണ്ടല്ലോ താഴെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കോഡ് വെച്ചിട്ട് ഇരുന്നിട്ട് വെടിവെക്കാൻ നോക്കുമ്പോഴത്തേക്കും അടിയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. എണീറ്റ് വെടിവെക്കാൻ പറ്റില്ല. 17-10 ഡാമേജ് ഒക്കെ അവരാതം പിടിച്ചൊരു കോഡിൽ അവൻ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല. എന്തായാലും അവനോട് കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് കേസ് ഞാൻ വലിയ കാര്യത്തിലുണ്ടല്ലോ ഓടി നേരെ കോട്ട് ലിസ്റ്റിലേക്ക് അവന്മാരുടെ വായിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി പോകുന്ന ഒരു ഇനീഷ്യേറ്റീവ് പരിപാടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് കേസ് നിങ്ങളുണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് കൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും എൻ്റെ ഗെയിം പ്ലേ മാത്രമല്ല നമ്മുടെ കൂടെ കളിക്കുന്ന സ്കോഡിൽ കളിക്കുന്ന ആൾക്കാരുടെ POVയും കൂടെ ഒരു മാച്ചിന്റെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു സ്കോഡിനകത്ത് 4 പേരുണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ല മാച്ച് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ സോളോ കളിച്ചാൽ പോലെ അങ്ങനെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ 4 പേരും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരേപോലെ ടാക്ടിക് പരമായ കുറേ മൂവ്സ് ഒക്കെ ചെയ്താൽ മാത്രമേ ഒരു മാച്ച് കിടിലം പോലത്തെ മാച്ച് ആകത്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും കൂടെ എത്രമാത്രം നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് കളിക്കുന്നതെന്നും കൂടെ കാണിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കേസ് അടുത്ത ദിവസത്തെ വീഡിയോസിനകത്ത് ഞാൻ മാക്സിമം എല്ലാവരെയും POV അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. താഴെ എന്തായാലും ഞാൻ ആ ഒരു LSHP കൂടി പെട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ കാറി കൂന്നിട്ട് ആരെങ്കിലും പാടാ എന്നെ ഉമ്മാർ 4 പേര് കളിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എന്നെ തലേണ മണ്ടയ്ക്ക് പൂട്ടുണ്ടായപ്പോഴത്തേക്കും ഇവൻ നൈസ് അടി കേസ് ഉണ്ടല്ലോ നല്ലൊരു ആംഗിൾ എടുത്താണ് നിൽക്കുന്നത്. കാറിനെൻ്റ് വെച്ചിട്ട് നൈസ് അടി കേസ് വരുന്ന എൻ്റെ അടുത്തേക്ക് എവൻ കയറി വന്നാലും അവൻ തീർന്നു എന്ന് കൂട്ടി. അവർ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ ഒരു മരവീടില്ലേ അവിടെ നിന്നിട്ട് വേറെ ഗ്ലൂ വാൾ മേൽ ഇട്ടിട്ടെങ്കിൽ എൻ്റെ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കാൻ കൂടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരുത്തം പറന്നിറങ്ങി താഴെ വന്ന് നൈസ് അടിണ്ടല്ലോ മേളിലേക്ക് കയറി വരുന്നവനെ നൈസ് അടി കേസ് ഇവനുണ്ടല്ലോ കാറിനെൻ്റ് വെച്ച് അടിക്കാൻ വേണ്ടി നോക്കി ഇവിടെ വന്ന വരെ കേസ് ഒരു ഡാമേജ് കൊടുക്കാൻ നോക്കി. അവരെ പാനിക് തട്ടി അങ്ങ് തെറിച്ചു പോയി. എന്താ അത്. എന്തായാലും അറ്റ് ദി സെയിം ടൈമിംഗ് കേസ് അവര് 122 ഡാമേജ് കൊടുത്തു. വേറെ ലെവൽ. ഞാൻ ഒറ്റ കേസ് സരസിന്റെ മുമ്പിലുണ്ടല്ലോ ഗ്ലൂ വാൾ ഇട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു എനിമി നൈസ് അടിക്കേസ് റഷ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എടാ എൻ്റെ മുമ്പിൽ എനിമി ഉണ്ട് ആരെങ്കിലും എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ നൈസ് അടിക്കേസ് കാർ98 വെച്ചിട്ട് റെഡി ആയിട്ട് ഒന്നും പേടിക്കേണ്ട ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനോട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും LSHP മണ്ടക്കുള്ള ഒരുത്തനെ ഇവനെല്ലാം കിടിലം പോലെ അടിച്ച് ഡാമേജ് കൊടുത്ത് അവരെ നോക്കി എടുത്തു. എൻ്റെ അടുത്തേക്ക് രക്ഷ വന്നവന് 100 സംതിങ് ഡാമേജ് കേസ്. എൻ്റെ മോനെ ഏതാ സപ്പോർട്ട് ഒന്നും പറയാലോ കേട്ടോ. എന്തായാലും അവൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ആ ഒരു കില്ല് കൂടെ എടുത്ത്. വേറെ ലെവൽ കൊച്ചു കള്ളം കുറെ കളിച്ചല്ലേ. എന്തായാലും അവന് ഗണ്ണൊന്നും വേണ്ട കേസ്. ഇതിനൊരു കാർ98 ആ ഒരു എന്താണ് മറ്റേ കോഡും ഒക്കെ വെച്ചാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രോപ്പർലി ഗണ്ണ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാര്യം തപ്പി നടന്നാൽ മാത്രമേ ഇവന് ഗണ്ണ് കിട്ടത്തുള്ളൂ. അതിനുള്ള ക്ഷമ അവനില്ല. അവന് ഗില്ലെടുക്കാൻ വേണ്ടി പോകണം. എന്തായാലും ഇവൻ ആ ഒരു ഗണ്ണെടുക്കാൻ വേണ്ടി പോകുന്ന സമയം കൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല ഞാൻ പറ്റുവാണെങ്കിൽ എല്ലാവരുടെയും POV അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്കോഡ് കളിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള 4 പേരുടെയും POV ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിനകത്ത് ഗൈസ് നിങ്ങൾക്ക് 6 ഗെയിം പ്ലേ ആയിട്ടാണ് ഓക്കെ ഇവൻ നമ്മൾ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവൻ കളിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇവൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓസ്കാറിന്റെ പവറിലെ ഗൈസ്. ഓക്കെ ഇവൻ ഓസ്കാറിന്റെ പവറിലാണ് കളിക്കുന്നത്. ഇവന് വേണ്ട ആ ഒരു എന്താണ്
ഓൾറെഡി അവന് വേണ്ട ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും UMPയും അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ വുഡ് പക്കറും വെച്ചാണ് ഇവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വുഡ് പക്കർ വെച്ച് കളിക്കും ഗൈസ്, കിടിലം പോലെ കളിക്കും, നല്ല കിടുക്കം പോലത്തെ ഹെഡ്ഷോട്ടൊക്കെ ഇവൻ്റെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഈ സമയത്ത് ഞാനും സരസും കൂടെ ഉണ്ടല്ലോ നൈസായിട്ട് മറ്റേ ബങ്കറിനടുത്തുള്ള എനിമീസിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല അവിടെ സരസ് ഡൗൺ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്താണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു ടവറിന്റെ കീഴെ കിടന്നിട്ടുണ്ടല്ലോ വട്ടം നേരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സമയത്ത് നൈസായിട്ടുണ്ടല്ലോ നമ്മുടെ പീനട്ട് ഓടി വന്നിട്ട് കേസ് ബാക്കി എനിക്ക് അടിപൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എനിമിയെ നൈസായിട്ട് കേസ് അടിച്ച് കംപ്ലീറ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ അവനെ കംപ്ലീറ്റ് ആക്കി കുഴപ്പമില്ല. ഇവൻ കയറി വന്നിട്ട് കേസ് അവൻ്റെ ഷോർട്ട് റേഞ്ച് കണ്ട് UMP മറ്റേ MP40 എടുക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇവൻ നല്ല കിടിലം പോലെ MP40 കളിക്കും കേസ്, കിടക്കുമ്പോൾ ഹെഡ്ഷോട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും വേറെ എനിമീസ് ഒക്കെ ആരിലൊക്കെ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി കോട്ടിലെസ് സൈഡിലേക്ക് നൈസായിട്ട് കേസ് ഒന്ന് സ്പെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നോക്കുന്ന സമയത്ത് ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടി ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും പെട്ടി മേടിച്ചാലോ ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരു പീനട്ടാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ നിന്നുള്ള എന്താണ് ജസ്റ്റ് ടാക്ടിക്കൽ മാർക്കറ്റിനകത്ത് നിന്ന് ആ ഒരു ബുള്ളറ്റിന്റെ പെട്ടി വാങ്ങി വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നിന്നാണ് ഞാൻ ഉണ്ടല്ലോ മാഗിന്റെ നമ്മുടെ ഒരു M10 ബുള്ളറ്റൊക്കെ മാക്സിമം വാരി എടുക്കുന്നത് കേട്ടോ. തൊട്ട് മുമ്പിലേക്ക് സോണിലേക്ക് കയറാൻ വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഇവനങ്ങ് ഓടി, പിന്നല്ല ആദ്യം സോണിൽ കയറില്ല ഭയങ്കര പ്രശ്നം അവൻ അറിയാം. സോ വന്ന് നോക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു റിവൈവ് ആക്കുന്നുണ്ടായിരുന്നു, ഒന്നും നോക്കുന്നില്ല. ഇവനാണെങ്കിൽ ഓടിപ്പടിച്ച് പോകുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം തൊട്ട് പറയുന്ന ഒരു ഹിറ്റ് ലിസ്റ്റും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ പൊക്കുന്നവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആദ്യം ലോഞ്ച് പേർ അടിച്ചിട്ട് മാഞ്ചിട്ട് അമ്മാർ നേരെ കയറി ചേരുന്നുണ്ട്. 2 പേരാണ് അവിടെ ഉള്ളത്. ഒരുത്തനെ കേസ് നൈസ് ആയിട്ട് കേസ് ഉണ്ടല്ലോ ഞാൻ കയറി അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും അവനടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തന്നെ ഇവനുണ്ടല്ലോ നല്ല പുറകിൽ തന്നെ ആ ഒരു ഉൾപ്പക്കർ വെച്ചുള്ള കിടിലം പോലത്തെ സപ്പോർട്ടും തരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ കയറി ചെന്ന് ഒരുത്തനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ പുറകെ കിടക്കുന്നു ഞാൻ അടിച്ചിട്ടു. രണ്ടാമത്തെ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ എവിടെ ഓടുന്നതാ എൻ്റെ മോനെ MP40 വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവർ പുറകെ അടിച്ച് കിടുക്കാൻ പോലത്തെ ഹെഡ്ഷോട്ടിൽ അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തമല്ലോ 2 കില്ല് ഈ ഒരു മാച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 2 കില്ല് 39 കേസ് 32 ഇതെന്താ കൂടുതൽ കുറേയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് പടപട പൊക്കുന്നു പടപട അടിക്കുന്ന വിഷയം കളി കേട്ടോ. എന്തായാലും 6.7 റേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. 700 കോയിൻ അവനുണ്ട് കേട്ടോ. ഇവൻ്റെ അത്യാവശ്യം കേസ് 1400 കോയിനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനൊന്നും നോക്കൂല, നേരെ ഉണ്ടല്ലോ ആ ഒരു ഡേഞ്ചർ സാധനമല്ലേ കേസ് ടാക്ടിക്കൽ മാർക്കിനകത്ത് മേടിക്കാൻ പറ്റുന്നത്, അത് മേടിക്കും കേട്ടോ. അതായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഓണി കിടുന്ന പോലത്തെ കില്ലെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവര് മിഷൻ കണ്ട് അവിടെ ഇട്ടിട്ട് നേരെ കേസ് ഈ ഒരു പൊക്കുന്ന വീടിൻ്റെ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ അവിടെ കിടക്കുന്നുണ്ട്. അവനും കേസ് കിട്ടുന്ന പോലത്തെ ഹെഡ് ഷോട്ട്. അവൻ 3 സെക്കൻഡ് ആയി അവൻ ചാവട, പിന്നല്ല അവനെയും കൂടെ വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത് സെയിം ടൈം ആണ് കേട്ടോ. ഇത് സെയിം ടൈമാണ് തൊട്ടിപ്പുറത്തെ ഒരു മരവിനകത്തൊരു എനിമി ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് കേസ് ലോങ്ങിൽ നിന്ന് അവനെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെസ്റ്റാറും കൂടെ അതിനകത്ത് ഗ്ലൂവാളിനകത്ത് കിടന്നിട്ടുണ്ടല്ലോ. തിത്തയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ലോങ്ങിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും എനിമി നൈസിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അവനടിക്കാം, ഇല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയൊക്കെ കയറി വരികയാണെങ്കിൽ അവനടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല കളി കൊടുക്കുന്ന സമയത്ത് നെറ്റ് ചെയ്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാര്യം കേസ് മഴയൊക്കെ അല്ലേ പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ നാട്ടിൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ, കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേസ്. അങ്ങനെ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാട് ഏതാണെന്ന് നിങ്ങളുടെ ജില്ല ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഹിറ്റ് ലിസ്റ്റിനെ കാണുന്നുണ്ട്. അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവന്റെ ആ ഒരു ഇതില്ലേ കേസ് മിഷൻ കണ്ടില്ലേ, അതിനകത്തേക്ക് ഒരു എനിമീനെ നൈസർ കേസ് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നേരെ അങ്ങോട്ട് വന്നിട്ട് അവനെയും കംപ്ലീറ്റ് ആക്കാം. ഹിറ്റ് ലിസ്റ്റ് എന്തായാലും കിട്ടത്തില്ല, കാരണം സോണിനകത്തല്ലേ സരസൊക്കെ വാരി പറിക്കാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കേസ് അവനെ അടിക്കാൻ വേണ്ടി നോക്കി നിൽപ്പുണ്ട്. അവനാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്നു കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സരസോണ് ഡൗൺ ആയി. ഇവനാണ് വെൻഡിങ് മെഷീനകത്ത് പോയിട്ട് ആ ഒരു പൊക്കുന്ന സാധനത്തെ പിടിച്ച് വെക്കണേ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. എടാ ചാവളാ സരസു എന്നൊക്കെ പറഞ്ഞ് കാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തൊട്ട് മുമ്പിൽ ഇവനെ കൊല്ലാൻ വേണ്ടി നൈസറിക്ക് മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ അവിടെ നോടി ഡേയ് ഇവിടെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നേ എൻ്റെ പൊന്ന് കേസ്. ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന എനിമി ഉണ്ടല്ലോ, ഇവർ പൊക്കുന്ന സമയം കൊണ്ട് മറ്റവൻ കാട് പിടിച്ചു കേട്ടോ. മായെന്ന ക്യാരക്ടർ പോയതാന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല കേസ്. അവനെ കൂടെ കണ്ടുപിടിച്ച് അടിക്കാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. നൈസർ കേസ് താഴേക്കൊക്കെ നോക്കി പയ്യാണ് അവൻ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാര്യം ആദ്യം സോണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു കാട്ടുവാട് നൈസർ കേസ് എസ്കേപ്പ് ആയി പോകില്ല. ഇവനെ വിടാൻ വേണ്ടി പാടില്ല. ആ കാട്ടുവാടിനെ പിടിച്ച് അടിച്ചറഞ്ഞ് കൊന്നാൽ മാത്രമേ ഇവന് സമാധാനം ആവത്തുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും മാക്സിമം കില്ലെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവനുണ്ടല്ലോ സോണിലേക്ക് ഡയറക്റ്റിലേക്ക് കയറാതെ സോണിന്റെ സൈഡിൽ കൂടെ കയറി നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലൂവാളൊക്കെ ഇട്ട് കിടിലം പോലത്തെ സ്കോഡ് അവിടെ ഫൈറ്റ് ആയിരുന്നു. ഇവൻ നൈസർ സൈഡിൽ കൂടെ പോയിട്ടുണ്ടല്ലോ. ആ ഒരു വുഡ് പക്കർ വെച്ചിട്ട് ഒന്ന് നൈസർ നോ സ്കോപ്പിൽ അവനടിച്ച് ആ ഒരു സ്കോഡിനെ നൈസായിട്ട് അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ഒന്നും പറയാല്ല കേട്ടോ. ഏതായാലും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ കമന്റ് ബോക്സിൽ നമ്മുടെ ആയിട്ട് ഉണ്ടല്ലോ ഒരു ഹൈപ്പിന്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ മാക്സിമം വീഡിയോ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ എൻ്റെ ഗെയിം പ്ലേ അല്ലേ അതിന് തൊട്ടുകാരെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ POV ഗെയിം പ്ലേയും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 1 by 1 ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം ഒരു ഹൈപ്പൊക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ മാത്രമല്ല കേസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ചെയ്യണ്ടല്ലോ എപ്പോഴും കേസ് റിഡീം കോഡ് ഒളിപ്പിച്ച് വെക്കലുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ റിഡീം കോഡും ഈ ഒരു വീഡിയോന്റെ ഏതൊരു ഭാഗത്ത് നൈസ് അടിക്കാൻ ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് കിട്ടുന്ന ആൾ എന്തായാലും കേസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര ശോകമാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ ആൾക്കാർ നൈസായിട്ട് കമന്റ് ചെയ്യുവാണെങ്കിൽ അതും കൂടെ വലിയ കാര്യമായിരുന്നു തന്നെ ഞാൻ പിൻ ചെയ്ത് കൂടെ മാക്സിമം വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ.
പിന്നെ മാത്രമല്ല അവർ ഡൗൺ ആയ പീനറ്റിനെ നൈസറി കേസ് ടീം വർക്കിലൂടെ നൈസറി കേസ് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ റിവൈവ് ചെയ്യാൻ പോയി, ഒരാൾ ബാക്കിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഇങ്ങനെ അടിച്ചു കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാച്ച് എത്തിയ മൊത്തം കേസ് നോക്കുമ്പോഴത്തേക്കും 14 ലൈവ് 4 കില്ല് 10.5 റേറ്റിംഗ് ഉണ്ടായിരുന്നു. പാറയുടെ മണ്ട കയറിയിട്ട് ഏതാണ് എന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പീനറ്റ് ഒറ്റ നോട്ടമായിരുന്നു. എവിടെ ആരും കാണുന്നില്ലല്ലോ. അങ്ങോട്ട് കയറി ചെന്ന് അഡ്വാൻസ് ചെയ്ത് അവനെ റിഡ്ജ് പിടിച്ച് നിൽക്കുമായിരുന്നു. അവനെ പിടിച്ച് അടിക്കാൻ വിചാരിച്ച് നേരെ കയറി വന്നതാണ്. ഒന്നും നോക്കുന്നില്ല. അവർ നമ്മുടെ സിമെന്റ് വീടില്ലേ അതിന്റെ മണ്ടയ്ക്ക് എനിമീസ് പിന്നെയും നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് പ്രീഫയർ ചെയ്ത് കിട്ടുമോ നോക്കി. പക്ഷേ കേസ് ഏടമണി നല്ല പടക്കാൻ പൊട്ടുന്ന അടി കേട്ടോ. എന്തായാലും ഞാൻ ഓടിപ്പോട്ടൊന്നും നോക്കിയില്ല. അവനെങ്ങനെ നൈസ് കേസ് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ റിവൈവ് ചെയ്ത് പൂച്ചാനെയും കണ്ട് പേടിച്ച് ഓടുന്ന ഓട്ടത്തിലാണ് ഞാനവിടെ ചത്ത് പടഞ്ഞ് വീഴുന്നത്. അത് കുഴപ്പമില്ല. ഇവനാണെങ്കിൽ കേസ് നൈസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഗ്രനേഡൊക്കെ വരുന്നു. എൻ്റെ മോനെ എത്ര ഡാമേജ് കയറിയ. തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസ് ആയിട്ട് നിൽക്കുന്നു. അവനുള്ള കിടിലമ്പോത്തിന് ഹെഡ് ഷോട്ട് MP40 താഴെ നോക്കുമ്പോഴത്തേക്കും വേറെ എനിമി മാഞ്ഞു വന്നായിരുന്നു. അവന് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് കിടിലം പോലെ കേസ് അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി നമ്മളുണ്ടല്ലോ അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. അവൻ ആ വീഴുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ആ ഒരു സാധനം ഇട്ടുണ്ടായിരുന്നു. എനിമിയെ കയറുന്ന സമയത്ത് എന്താ പോയത് അങ്ങോട്ട് വിസയില്ല. എന്റെ പൊട്ടി കേസ് എന്തോ ഒരു സാധനം ഗ്ലൂവാലും തുറന്നുകൊണ്ട് ഒറ്റ പോക്ക്. വിഷയം എന്ന് വെച്ചാൽ വിഷയം എനിക്ക് തോന്നുന്നു കേസ് സരസ്വാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കേസ് ഐസൈഡ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു എനിമി നൈസർ കേസ് കിടിച്ച് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. നേരെ മുമ്പിലിട്ട് ആ പാറയുടെ സൈഡിലേക്ക് കയറി ആ ഒരു പീക്ക് കോൺകർ ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കണം കേട്ടോ. എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തം 6 കില്ല് സെറ്റ് ആക്കി. എന്നെ ഈ സമയത്ത് രജിസ്റ്റർ ഉണ്ടല്ലോ സോണിനകത്ത് പോയിട്ട് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എനിമി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. ഇതിനെ സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ട് ആകാശപ്പണ്ട് വണ്ടി ഗൈസ് കിടിലം പോലെ എടുത്ത് കംപ്ലീറ്റ് ആക്കി. പാറയുടെ മണ്ടക്കടുത്ത് ഉള്ളവനെ കിടിലം പറ്റി അടുത്തൊരു ഹെഡ്ഷോട്ട്. എൻ്റെ മോനെ അടിച്ചാൻ കമ്പനിയിലേക്ക് ലാസ്റ്റുള്ള എനിമീനെ കിടിലം പത്ത് ഹെഡ്ഷോട്ട് അടിച്ച് അവനെ കമ്പനിയിലേക്ക് കിടുക്കം പോയിട്ട് പോയ ഗൈസ്. എൻ്റെ മോനെ വേറെ ലെവൽ ഗെയിം പ്ലേ അല്ലേ ഗൈസ്. എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കിടുക്കം പറ്റേ വേറെ ലെവൽ കാണാം ഗൈസ്.